പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത് അത്തിമരത്തെ നോക്കി നിങ്ങൾ അത്തിമരം എന്ന ആ മരത്തെ നോക്കി കർത്താവ് പറയുകയാണ്, അത്തിമരത്തെയും മറ്റു മരങ്ങളെയും നിങ്ങൾ നോക്കുവിൻ. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൻ്റെ സാഹചര്യം, കാലഘട്ടം, അതിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ ഡേറ്റുകൾ എത്രമാത്രം നമ്മുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു, നമ്മുടെ അടുത്തേക്ക് അത് എത്രമാത്രം അടുത്ത് വന്നിരിക്കുന്നു എന്നതിനെ ആസ്പദമാക്കി നമ്മൾ പഠിക്കുമ്പോൾ ആ കാലഘട്ടത്തിൻ്റെ ഡേറ്റുകളെ ആസ്പദമാക്കിയാണ് ഈ ക്ലാസ്സുകൾ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിക്കേണ്ടത്, ഈ അത്തിമരം എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന രാഷ്ട്രമാണെന്നും മറ്റു മരങ്ങൾ എന്ന് പറയുന്നത് മറ്റു മരങ്ങൾ ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 30-ാം തിരുവചനത്തിൽ അത്തിമരത്തെയും മറ്റു മരങ്ങളെയും നോക്കുവിൻ എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേലാകുന്ന അത്തിമരത്തെയാണ് കർത്താവ് അർത്ഥമാക്കുന്നത്. മറ്റു മരങ്ങളെന്ന് പറയുന്നതാണ് ഇസ്രായേലിന് പുറത്തുള്ള രാഷ്ട്രങ്ങൾ. അതും കർത്താവ് അതിനെ അത്തിമരമായിട്ട് കണ്ടിരിക്കുന്നത് കത്തോലിക്ക സഭയിലെ രാഷ്ട്രങ്ങളെയാണ്. അതുപോലെ കത്തോലിക്ക സഭയിലെ വിഭാഗങ്ങളെയും കർത്താവ് അർത്ഥമാകുന്നുണ്ട്. അതായത് നമുക്കറിയാം, ലോകത്ത് എത്രയോ റീത്തുകളുണ്ട്, എത്രയോ ഉപവിഭാഗങ്ങളുണ്ട് സഭയിൽ തന്നെ. അതെല്ലാം ഓരോ മരങ്ങളായിട്ട്, ഓരോ അത്തിമരങ്ങളായിട്ട് കർത്താവ് കാണുമ്പോൾ ഈ വചനത്തിൽ ദൈവം അർത്ഥമാക്കിയിരിക്കുന്ന നിഗൂഢ അർത്ഥം എന്ന് പറയുന്നത്, എൻ്റെ ഒരു സൂചന ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതായത് ഈ അത്തിപ്പഴത്തെ എടുത്ത് ചക്കിലിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉണങ്ങിയാൽ അതിന് നമുക്കൊരിക്കലും എണ്ണ ലഭിക്കുകയില്ല. എന്നാൽ എണ്ണ ലഭിക്കുന്ന രാജ്യങ്ങളായിരുന്നു ഈ കർത്താവിൻ്റെ സുവിശേഷം കേട്ട് ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളായിട്ട് വന്നവർ. ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളെ നമുക്കറിയാം, യൂറോപ്യൻ രാഷ്ട്രങ്ങളെല്ലാം ഏകദേശം ഒരു 30-40 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉയർത്തപ്പെടുകയും ക്രിസ്തുവിനെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്ത രാഷ്ട്രങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ സമൃദ്ധമായി അവിടെ ധാരാളം എണ്ണകൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. അതിന് അമേരിക്ക അന്നും ഇന്നും ക്രിസ്ത്യൻ രാഷ്ട്രമാണെങ്കിലും അവിടുന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എണ്ണ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ്, അതായത് സുവിശേഷവും അതിൻ്റെ അനന്തര ഫലങ്ങളെയുമാണ് എണ്ണ എന്നതുകൊണ്ട് ദൈവം അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ എണ്ണ എന്ന വസ്തുവിനെ അത്തിമരം നമുക്ക് ലഭിക്കുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇവിടെ നമുക്കൊരു മനസ്സിലാക്കേണ്ടേ, അത്തിമരത്തെ നോക്കി ഒരു ഉപമ പഠിക്കുമെന്ന് കർത്താവ് പറയുമ്പോൾ അതിൻ്റെ കൊമ്പുകളെ നോക്കാനാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ ഈ കൊമ്പ് എന്ന അർത്ഥം നമ്മൾ മരത്തെ സംബന്ധിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ശാഖകൾ എന്നാണ്. എന്നാൽ ഈ കൊമ്പുകൾ എന്ന് ദൈവം അർത്ഥമാക്കുന്നതിന് മറ്റൊരു അർത്ഥമുണ്ട്. അതാണ് കൊമ്പ്. നമുക്കറിയാം, ആടുകളും കന്നുകാലികളും മൃഗങ്ങളെല്ലാം കൊമ്പ് വെച്ചാണ് കുത്തുന്നത്. കുത്തി കൊല്ലണമെങ്കിലും കുത്തി ഓടിക്കുന്നതും കുത്തി ഉപദ്രവിക്കുന്നതെല്ലാം കൊമ്പുകൾ കൊണ്ടാണ്. അതുപോലെ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ നമ്മൾ സംബന്ധിക്കുമ്പോൾ ഇസ്രായേൽ എന്ന മരത്തെ പറയുമ്പോൾ അതിൻ്റെ അഹങ്കാരം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇസ്രായേൽ ഒത്തിരിയേറെ അഹങ്കരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ദാവീദിൻ്റെ കാലഘട്ടം, അതിനുശേഷം സോളമൻ്റെ കാലഘട്ടം. ജെറുസലേം ദേവാലയം പണിതപ്പോൾ അവർ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ ദേവാലയമാണിത്. ഇതിനെ നശിപ്പിക്കുവാൻ, ദാവീദിൻ്റെ കോട്ടകളെ അതിലംഘിക്കുവാൻ, അതിനുശേഷം വന്ന സോളമൻ്റെ കോട്ടകളെ അതിലംഘിച്ച് ഇസ്രായേലിനെ യുദ്ധം ചെയ്യാൻ, നശിപ്പിക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. എന്നാൽ അവർ അന്യമത ദൈവത്തിലേക്ക് പോയി. അതായത് കർത്താവിൻ്റെ ആരാധനയിൽ നിന്നും പിതാവായ ദൈവത്തിൻ്റെ ആരാധനയിൽ നിന്നും വ്യത്യസ്തമായി അവിടെ വീണ്ടും സോദോം ഗോമോറകൾ പലതും നിഗൂഢമായിട്ട് രൂപാന്തരപ്പെടുകയും അന്യദൈവ ആരാധനയിലേക്ക്, പ്രത്യേകിച്ച് നമുക്കറിയാം സോളമന് 1000 സ്ത്രീകൾ ഭാര്യമാരുണ്ടായിരുന്നു. പക്ഷേ 700 ഇസ്രായേൽ കന്യകളും മറ്റ് വിജാതീയ കന്യകളായിട്ട് 300 കന്യകളും ഉണ്ടായിരുന്നു നമ്മൾ ബൈബിൾ വായിക്കുന്നത്. അപ്പോൾ വിജാതീയരുമായിട്ടുള്ള ബന്ധങ്ങളിൽ തൻ്റെ ദൈവാത്മാവിൻ്റെ വിശുദ്ധിയും ചൈതന്യം നഷ്ടപ്പെട്ടപ്പോൾ അവിടെ നമുക്കറിയാം സാത്താൻ്റെ പ്രവർത്തനമുണ്ടാവുകയും ജെറുസലേം ദേവാലയം അടിച്ചു തകർപ്പെടുന്നത് യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട്. ഈ ദേവാലയം ഈ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിക്കുമെന്ന് പറഞ്ഞത് പിന്നീട് AD 80 നമ്മൾ ലോക ചരിത്രത്തിൽ കാണുകയുണ്ടായി. അപ്പോൾ ഈ അഹങ്കാരം അവർ ഉപേക്ഷിക്കാൻ തയ്യാറായത് പിന്നീട് 1948 നമുക്കറിയാം, ഇസ്രായേൽ എന്ന രാഷ്ട്രം വീണ്ടും രൂപം പ്രാപിക്കുകയും വീണ്ടും ഇസ്രായേൽ ഏറിയാൽ 70 അഥവാ 80 എന്ന ആയുസ്സിനെ കണക്കൂട്ടിയാൽ പോലും 2030 ആകുമ്പോഴത്തേനും 80 വർഷം ആകും ഇസ്രായേൽ ഇപ്പോൾ പുതിയതായിട്ട് രൂപാന്തരം പ്രാപിച്ചിട്ട്. ആ കാലഘട്ടം വന്നപ്പോഴത്തേക്കും അവരുടെ സമൃദ്ധമായ അവരുടെ പഴങ്ങൾ, ആ അത്തിമരത്തിൻ്റെ വിശിഷ്ടമായ പഴങ്ങൾ ധാരാളം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കയറ്റി അയക്കപ്പെട്ടു. അവരുടെ തക്കാളിപ്പഴമോ അവരുടെ പൈനാപ്പിളോ അവരുടെ മാങ്ങാപ്പഴങ്ങളോ അല്ല ഇവിടെ ദൈവം അർത്ഥമാക്കുന്നത്. ആ അർത്ഥമാക്കുന്ന പഴങ്ങളാണ് അവരുടെ ഇന്നത്തെ ആധുനിക യുദ്ധ ടാങ്കുകൾ, അയൺ ഡോമുകൾ, പ്രതിരോധ സംവിധാനങ്ങൾ, കമ്പ്യൂട്ടറുകൾ, ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ, ഫേസ്ബുക്കുകൾ,
യൂട്യൂബുകൾ, സംവിധാനങ്ങൾ, ടച്ച് മൊബൈൽ ഫോണുകൾ, വിമാന വാഹിനി കപ്പലുകൾ, വിമാനങ്ങൾ, ഇത് എല്ലാമാണ് അവരുടെ പഴങ്ങൾ. അല്ലാതെ ഇന്ന് കാണുന്ന നമ്മുടെ പഴങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ അത്തിമരത്തിൽ കിട്ടുന്ന അത്തിപ്പഴങ്ങളല്ല, മറിച്ച് ഇത് ലോകത്തിന് മുഴുവൻ ഭയങ്കരമായ പ്രിയമുള്ള പഴങ്ങളാണ്. കാരണം മർക്കോവ 1612 എന്നൊക്കെ പറയുന്ന ഇസ്രായേലിൻ്റെ യുദ്ധ ടാങ്കിൽ വളരെ പേര് കേട്ടതാണ്. അങ്ങനെ ഈ പേരും പെരുമയും എല്ലാം പഴങ്ങൾ വിറ്റ് കോടാനു കോടി അവർ സമ്പാദിച്ച് അവർ സുഖവും സുഖലോലുപതിയും സന്തോഷവും ഐശ്വര്യവും വലിയ സമൃദ്ധിയും ലോകരാഷ്ട്രങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട രാഷ്ട്രവുമായിട്ട് ഇസ്രായേൽ മാറിക്കഴിഞ്ഞപ്പോഴാണ് ഇതിൽ അസൂയ പൂണ്ട ചില എതിർശക്തികൾ, ഇസ്രായേലിനെ അംഗീകരിക്കാത്ത എതിർശക്തികൾ അവർക്കെതിരെ യുദ്ധത്തിന് വരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ യുദ്ധത്തിൻ്റെ വേദനയും ഭീകരതയും കഷ്ടവും ദുഃഖവും ദുരിതവും വരെ അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ കൊമ്പുകൾ ഇളതായി എന്ന് പറഞ്ഞ് അവരുടെ അഹങ്കാരത്തെ അവർ മാറ്റിവെച്ചുകൊണ്ട് പിതാവായ ദൈവത്തെ വീണ്ടും ആരാധിക്കുവാൻ അവർ ശിരസ് നമിക്കുന്ന അവസ്ഥ ഇന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് കൊമ്പുകൾ ഇളതായി എന്ന വാക്കിൻ്റെ ആത്മീയ അർത്ഥം എന്ന് പറയുന്നത് അവരുടെ അഹങ്കാരം കുനിഞ്ഞ് ദൈവത്തിലേക്ക് ശിരസ് നമിക്കുന്ന അവസ്ഥയിലേക്ക് രൂപാന്തരപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇപ്പോൾ അവർ ചിന്തിക്കുകയാണ്, ജെറുസലേമിൽ സോളമൻ പണിത ആ ദേവാലയത്തിൽ അവിടെ ലക്ഷക്കണക്കിന് മനുഷ്യർ വന്ന് അവിടെ പിതാവായ ദൈവത്തെ ആരാധിക്കുന്ന ആരാധന ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് വിശ്വപ്രസിദ്ധമായ ഒരു ആരാധനയുണ്ടായിരുന്നു. ലോകരാഷ്ട്രങ്ങൾ മുഴുവനും മറ്റുള്ള രാജ്യങ്ങളൊക്കെ പേടിച്ചു പറിച്ചു ഇസ്രായേലിൻ്റെ ആരാധന കണ്ടിട്ട്. ഇസ്രായേലിൻ്റെ ശക്തിയും മഹത്വവും തേജസ്സും അവരുടെ സമ്പൽ സമൃദ്ധിയെ കണ്ട് അന്നത്തെ ജനങ്ങളും ഒരുപാട് പേടിക്കുകയും എന്നാൽ ഒരുപാട് ബഹുമാനിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അതെല്ലാം നഷ്ടമായപ്പോൾ അവർ വീണ്ടും ആരാധിക്കുവാൻ പഴയ നിയമഗ്രന്ഥങ്ങളിലെ ഹീബ്രു മൂലത്തിൻ്റെ സങ്കീർത്തനം 91, സങ്കീർത്തനം 168 ഒക്കെ എടുത്തു വെച്ചുകൊണ്ട് ഇന്നത്തെ പട്ടാളക്കാർ പാടി കർത്താവിനെ ആരാധിച്ചിട്ടാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ വീണ്ടും അവരുടെ അഹങ്കാരം കുറഞ്ഞ് അവർ പ്രാർത്ഥിക്കണം, ആരാധിക്കണം, ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കണം. തൻ്റെ ശിരസ് ഉയർന്ന അഹങ്കാരം കൊണ്ട് ശിരസ് പൊന്തി നിൽക്കുന്ന ശിരസിനെ ദൈവത്തിൻ്റെ മുമ്പിൽ, ദേവാലയത്തിന് മുമ്പിൽ ശിരസ് നമിക്കണം എന്ന ചിന്തയോടുകൂടി അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന അവസ്ഥയാണ് കർത്താവ് പറഞ്ഞത്. അവരുടെ അത്തിമരത്തെ നോക്കുവിൻ, അതിൻ്റെ കൊമ്പുകൾ ഇളതായി എന്ന് പറയുമ്പോൾ അവരുടെ അഹങ്കാരം വിശുദ്ധമായി തീരുന്നു. ഇളതാകുക എന്ന് പറഞ്ഞാൽ വിശുദ്ധമായി തീരുക, വിശുദ്ധിയിലേക്ക് വരിക, വിശുദ്ധിയിലേക്ക് വളരുക. അതാണ് ദൈവമായ കർത്താവ് അർത്ഥമാക്കുന്ന പ്രിയരെ. ഇവിടെ ഒരു നിഗൂഢ രഹസ്യം വീണ്ടും ദൈവം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ ഒളിപ്പിച്ചു വെച്ച രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ എന്ന രാഷ്ട്രം പ്രാർത്ഥിക്കുവാനും ആരാധനയിലേക്കും മാറ്റപ്പെട്ടപ്പോൾ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു വന്ന് ലോകത്തെ എണ്ണ കൊടുത്ത, സുവിശേഷം കൊടുത്ത, ലോകത്തിന് മുഴുവൻ സമാധാനവും ശാന്തിയും സന്തോഷവും മരിച്ചാൽ പ്രത്യാശയും കൊടുത്ത് സ്വർഗത്തിലേക്ക് ഒരു പ്രവേശനമുണ്ടെന്ന് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച് എല്ലാ ഹൃദയങ്ങളിലും സുവിശേഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ, വിശുദ്ധിയുടെ എണ്ണ ഉൽപ്പാദിപ്പിക്കപ്പെട്ട കത്തോലിക്ക സഭയും അതിൻ്റെ രാഷ്ട്രങ്ങളും ഇപ്പോൾ എന്തു സംഭവിച്ചു? നമുക്കറിയാം, കത്തോലിക്ക സഭയുടെ മൂല്യച്യുതികൾ. സഭ വളരെ മനോഹരമാണ്, സഭ മഹത്വമാണ്. എന്നാൽ ആ എണ്ണ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന യൂറോപ്യൻ രാഷ്ട്രങ്ങൾ, എണ്ണ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന അമേരിക്കൻ രാഷ്ട്രങ്ങൾ, ആ രാഷ്ട്രങ്ങളും ഈ സഭയിലെ ചില വിഭാഗങ്ങളുമെല്ലാം ഇന്ന് തമ്മിൽ തല്ലുന്നതും അടിക്കുന്നതും, നമുക്ക് യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ ദേവാലയങ്ങൾ ബാറായി മാറിയതും ഡാൻസ് സെൻറ്ററുകളായിട്ട് മാറിയതും ഒക്കെ നമുക്ക് വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. അമേരിക്കയിൽ നല്ലൊരു ശതമാനം പന്തക്കൊസ്ത അനുഭവത്തിലൂടെ അങ്ങോട്ട് മാറിപ്പോയി, സഭയെ ഉപേക്ഷിച്ചു പോയി. അവിടെയൊക്കെ സഭയ്ക്ക് തളർച്ച സംഭവിച്ചു, എണ്ണ നഷ്ടപ്പെട്ടു, അവിടെയും എണ്ണ ഇല്ലാതെയുള്ള അവസ്ഥ വന്നു. അപ്പോൾ ഇസ്രായേൽ എന്ന രാഷ്ട്രം ദൈവത്തിൻ്റെ മുമ്പിൽ ശിരസ് നമിച്ചപ്പോൾ യേശുവിൻ്റെ സഭയാകുന്ന രാഷ്ട്രങ്ങളിൽ ഉണ്ടായിരുന്ന കൊമ്പുകൾ ചീഞ്ഞു തുടങ്ങി, അഥവാ ഉണങ്ങിത്തുടങ്ങി, അതിൻ്റെ ഇളതായ്മ നഷ്ടപ്പെട്ടു. അതായത് കത്തോലിക്ക സഭയ്ക്കും സഭയിലെ അംഗങ്ങൾക്കും ഈ കൊമ്പ് തളിർത്ത് വിശുദ്ധിയുടെ തലത്തിലേക്ക് മാറേണ്ടത് നഷ്ടമാവുകയും, ഇസ്രായേൽ എന്ന രാഷ്ട്രം ശിരസ് നമിച്ചപ്പോൾ നമ്മുടെ ശിരസ് നമിച്ചിരുന്ന നമ്മൾ അഹങ്കാരത്താൽ തല ഉയർത്തുകയും ചെയ്തു. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? എണ്ണയുണ്ടായിരുന്ന രാഷ്ട്രങ്ങളും രാജ്യങ്ങളും സഭയും എണ്ണ നഷ്ടപ്പെട്ടപ്പോൾ എണ്ണയില്ലാതിരുന്ന ഇസ്രായേൽ എന്ന ആ കൊമ്പുള്ള രാഷ്ട്രം എണ്ണയ്ക്ക് വേണ്ടി
പരിശുദ്ധാത്മാവിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി, യേശുവിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി അവർ ശിരസ് നമിക്കുന്ന രംഗം ഇതാ വരാൻ പോകുന്നു പ്രിയപ്പെട്ടവരെ. അതാണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം. ഇനി ലോകം ആഗോള യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ അടിസ്ഥാന ഘടകവും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ചില വീഡിയോകളിലുണ്ട്. സക്രിയ പ്രവാചകന്റെ പുസ്തകത്തിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. അന്ന് ഞാൻ ജെറുസലേമിനെ ഭാരമേറിയ കല്ലാക്കും, അത് പോക്കുന്നവർക്ക് കഠിനമായി മുറിവേൽക്കും. ആ മുറിവ് വലിയ വലുതായിരിക്കും. നമുക്കറിയാം, വേൾഡ് ട്രേഡ് സെൻ്റർ അമേരിക്കയിലെ അത് നശിപ്പിച്ചത് ഇത്തരം ജെറുസലേം ദേവാലയത്തിൻ്റെ പണിയുമായിട്ട് ബന്ധപ്പെട്ടവരുമായിട്ടുള്ള ചർച്ചകൾ പുനഃസ്ഥാപിക്കപ്പെട്ടപ്പോൾ വലിയ ഭാരമേറിയ കല്ല് പോലെ ആ വിഷയമായി മാറുന്നു. എന്നാൽ അതിൽ പോലും അവരതിനെ അതിജീവിച്ചുകൊണ്ട് ഇസ്രായേൽ ജെറുസലേം ദേവാലയം വീണ്ടും പണിയുമെന്നും അവിടെ വീണ്ടും പണിയുന്ന ജെറുസലേം ദേവാലയത്തിൽ വലിയ ലോകാത്ഭുതങ്ങളിൽ ഒന്നുപോലെ വീണ്ടും പഴയ അവരുടെ ദൈവ ആരാധന പുനഃസ്ഥാപിക്കപ്പെടുമെന്നും വിശുദ്ധ ഗ്രന്ഥം രേഖപ്പെടുത്തുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അത്തിമരത്തെ നോക്കുവിൻ, അത്തിമരമാകുന്ന ഇസ്രായേൽ ശിരസ് നമിക്കുമ്പോൾ, അത്തിമരമല്ല ഒലിവ് മരമായിരുന്ന കത്തോലിക്ക സഭയിൽ നിന്ന് എണ്ണ ഉൽപ്പാദിപ്പിച്ച രാഷ്ട്രങ്ങൾ ശിരസുയർത്തി അവരുടെ ആത്മീയ വിശുദ്ധി നഷ്ടപ്പെടുന്നു. കത്തോലിക്ക സഭയിലെ വിഭാഗങ്ങൾ, ഇടവകൾ, രൂപതകൾ, ഫൊറവനുകളെല്ലാം സമൃദ്ധമായി പണത്തിൻ്റെ അടിമത്വത്തിലേക്ക് പോയപ്പോൾ അവിടെ എണ്ണ ഉൽപ്പാദിപ്പിച്ചിരുന്ന പലതും നഷ്ടപ്പെടുകയും പരിശുദ്ധാത്മാവ് സഭയിൽ നിറങ്ങിപ്പോവുകയും അടിപിടിയും ബഹളവും അശുദ്ധിയും കൊണ്ട് നിറയുകയും ചെയ്യുന്ന സാഹചര്യം നമുക്ക് കാണാം. അപ്പോൾ ഒരിടത്ത് എണ്ണയില്ലാതിരുന്ന, പ്രാർത്ഥനയില്ലാതിരുന്ന, ആരാധന ഇല്ലാതിരുന്നവർ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും വേണ്ടി ശിരസ് നമിക്കുമ്പോൾ ശിരസ് നമിച്ച് വരുന്നവർ ഇട്ട് ചോടുന്ന അവസ്ഥയിലേക്ക് നമുക്ക് കാണാം. അതാണ് കർത്താവ് അത്തിമരത്തെയും മറ്റു മരങ്ങളെയും നിങ്ങൾ നോക്കി പഠിക്കുമെന്ന് പറഞ്ഞത്. എന്നാൽ കർത്താവിന് അത്തിമരമെന്ന് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെക്കുറിച്ച് പറയുമ്പോൾ കർത്താവിനോട് ചേർത്ത് പറഞ്ഞത് മറ്റു മരങ്ങളെയും. ആ മറ്റു മരങ്ങളാണ് കത്തോലിക്ക സഭയും സഭയോട് ചേർന്നിരിക്കുന്ന ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളും സഭയിലെ വിഭാഗങ്ങളും എല്ലാം. ഇന്ന് തമ്മിൽ തല്ല് വാർത്തകളെടുത്താൽ നമുക്കറിയാം, സഭയുടെ തല്ലാണ് ഏറ്റവും ഭയങ്കരമായിട്ടുള്ളത്. രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ ചരിത്രത്തിലോ ഒക്കെ ഉണ്ടാകുന്ന യുദ്ധങ്ങളോ ദുരിതങ്ങളോ പ്രശ്നങ്ങളോ അശുദ്ധികളോ അത് നമുക്ക് പ്രശ്നമല്ല. കാരണം അത് അവിടെ അശുദ്ധമാണ്. ആ സംഭവങ്ങളിൽ അതവിടെ സംഭവിക്കണം. എന്നാൽ സഭ എന്ന് പറയുന്നത് വിശുദ്ധമാണ്, പവിത്രമാണ്, ആരാധനാലയങ്ങൾ നിറഞ്ഞതാണ്, എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ്, പരിശുദ്ധാത്മാവെന്ന എണ്ണ ഉൽപ്പാദിപ്പിച്ച സ്ഥലമാണ്. അവിടെ വീണ്ടും എണ്ണ നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ കർത്താവ് പറയുന്നത്, അത്തിമരത്തെയും മറ്റു മരങ്ങളെയും നോക്കുക. അത്തിമരത്തിൽ എണ്ണയില്ലാതിരുന്ന അത്തിമരങ്ങൾ എണ്ണയ്ക്ക് വേണ്ടി ശിരസ് നമിക്കുന്ന ഇസ്രായേൽ രാഷ്ട്രമായി മാറുമ്പോൾ എണ്ണ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രങ്ങളും അതിൻ്റെ സഭാ സംവിധാനങ്ങളും എണ്ണ ഇല്ലാത്തതായി മാറുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അത്തിമരത്തെയും മറ്റു മരങ്ങളെയും നോക്കി പഠിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഈ അത്തിമരം എന്ന് പറയുന്നത് ഇതിനകത്ത് വലിയ നിഗൂഢ രഹസ്യങ്ങൾ കർത്താവ് വീണ്ടും എഴുതി വെച്ചിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ ടെക്നോളജിയാണ്, ഇസ്രായേലിൻ്റെ സാങ്കേതിക വിദ്യയാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രശസ്തമായത്, ഫേമസ് ആയത്. ഏറ്റവും കൂടുതൽ അവരുടെ പഴങ്ങളാണ്. നമുക്കറിയാം, അവരുടെ കാർഷിക മേഖലയെ സംബന്ധിച്ച് പറഞ്ഞാൽ അവരുടെ പൈനാപ്പിൾ, അവരുടെ തണ്ണിമത്തൻ, അവരുടെ പച്ചക്കറികൾ, അവരുടെ തക്കാളികൾ, അവരുടെ മുളകുൽപാദനം, അവരുടെ ആട് കൃഷി, അവരുടെ കന്നുകാലി ഫാമുകൾ, ഇതെല്ലാം ലോക പ്രശസ്തമാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ട് അവരുടെ ഈ പഴ സംവിധാനങ്ങളെ എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഏറ്റവും പെട്ടെന്ന് ആകർഷിക്കുന്ന ഒരു വസ്തുവാണ് പഴം. ആ പഴത്തിൻ്റെ സംവിധാനങ്ങളെ, അവർ ടെക്നോളജികളെല്ലാം നോക്കി കണ്ട് പഠിച്ചുകൊണ്ട് സ്വന്തം രാജ്യത്തിൽ കൊണ്ടുപോയി അത് വളർത്തിയെടുത്ത് അതിൽ നിന്ന് ബിസിനസ് ചെയ്ത് പണമുണ്ടാക്കുന്ന ഒരവസ്ഥയിൽ ആ പഴങ്ങൾ വിറ്റ് മറ്റുള്ള രാഷ്ട്രങ്ങളും ഇസ്രായേൽ എന്ന രാഷ്ട്രവും കോടാനുകോടി സമ്പാദിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് അത്തിപ്പഴം എന്ന് കർത്താവ് പറയുന്നത്. അത്തിപ്പഴത്തെ നോക്കുക, അത്തിമരത്തെ നോക്കുക എന്ന് പറയുമ്പോൾ അതിലെ പഴങ്ങളെയും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കറിയാം, ലോകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ എല്ലാ മനുഷ്യരുടെയും കയ്യിലുള്ള ഒരു വസ്തു, അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും കയ്യിലുള്ള ഒരു പഴം ഇന്ന് ഏതാണ്? ആ പഴം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പൈനാപ്പിൾ, കൈതച്ചക്കപ്പഴം എന്ന് പറയുന്ന നല്ല സുഗന്ധവും മൂത്തതും കളറും നിറവുമുള്ളതായ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു പൈനാപ്പിൾ ഒരു കൈതച്ചക്കപ്പഴമാണോ എല്ലാവരുടെയും കയ്യിലുള്ളത്? അല്ല. ഒരു ആപ്പിൾ പഴമാണോ എല്ലാവരുടെയും കയ്യിലുള്ളത്? അതോ ഇന്ന് അച്ഛന്മാരുടെയും മെത്രാന്മാരുടെയും വൈദികരുടെയും ക്രിസ്ത്യാനികളുടെയും ദമ്പതികളുടെയും യുവാക്കന്മാരുടെയും യുവതികളുടെയും ദൈവവിശ്വാസം ഇല്ലാത്തവരുടെയും നിരീശ്വരവാദികളുടെയും അക്രൈസ്തവരുടെയും എല്ലാം കയ്യിലുള്ള ഒരേ ഒരു പഴം, അവർ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന ഒരേ ഒരു പഴം ഇന്ന് ഏതാണ്? മൊബൈൽ ഫോൺ. ആ മൊബൈൽ ഫോണാണ് ഇന്ന് മനുഷ്യർ ഏറ്റവും കൂടുതൽ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്നത്. ഒരു ആപ്പിൾ പഴം നിലത്ത് വീണ് ചെളി പറ്റിയാൽ അതിനെ നമ്മളെടുത്ത് തൂത്ത് തുടച്ചല്ല കഴുകി ചെത്തി വൃത്തിയാക്കിയിട്ടാണ് തിന്നുക. അപ്പോൾ അതിൽ ചെളി പറ്റും, അതിൽ പ്രശ്നമുണ്ടാകുമെന്ന്, ഇത് എവിടെയും തട്ടിമുട്ടി നശിച്ചു പോകുമെന്ന് അറിയുന്നത് കൊണ്ട്, ഭക്ഷ്യയോഗ്യമല്ലാതായി മാറുമെന്ന് അറിയുന്നതുകൊണ്ട് ഒരു പഴത്തെ നമ്മൾ എത്രമാത്രം ശ്രദ്ധിച്ച് കൊണ്ടു നടക്കുന്നു, അതിനേക്കാൾ 10 ഇരട്ടി ശ്രദ്ധയോടെ
ഒരിടത്തും തട്ടാതെ മുട്ടാതെ ചെളി പറ്റാതെ കൊണ്ടു നടക്കുന്ന ഒരേ ഒരു പഴമാണ് ഇന്നത്തെ മൊബൈൽ ഫോൺ. ആ മൊബൈൽ ഫോണിൻ്റെ ഉള്ളിൽ ഒരു പഴമുണ്ട്. ആ പഴമാണ് ഇന്ന് ഞാൻ പറഞ്ഞ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞ ലൈംഗിക ആസക്തിയെ ഉത്തേജിപ്പിക്കുന്ന രീതിയിലുള്ള പരിപാടികൾ, സംഭാഷണങ്ങൾ, ചിത്രങ്ങൾ, ചലനങ്ങൾ, ഡാൻസുകൾ, ഇതെല്ലാം അതിൻ്റെ വിവിധ പഴങ്ങളാണ്. ആ പഴങ്ങളുടെ ആസ്വാദ്യതയ്ക്ക് വേണ്ടിയിട്ടാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ രഹസ്യമായി നിഗൂഢമായി ഈ പഴത്തെ ഭക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇതാ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ഓരോ മരങ്ങളെയും എണ്ണ ഉൽപ്പാദിപ്പിക്കാത്ത അത്തിമരത്തെയും നിങ്ങൾ നോക്കുവിൻ, രണ്ടിനെയും നോക്കുവിൻ, രണ്ടിലെ പഴങ്ങളുടെ അർത്ഥം എന്താണ് എന്ന് നിങ്ങൾ ഗ്രഹിക്കുവാൻ കർത്താവ് പറയുന്നതിൻ്റെ നിഗൂഢ അർത്ഥം ഇതാണ്. അപ്പോൾ കർത്താവ് പറയാണ്, അവ തളിർക്കുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവിൻ എന്ന് നിങ്ങൾ അറിയുന്നു. അതൊരു അറിവാണ്. ഈ അറിവ് എന്താണ്? ഒരു മരത്തെ നോക്കി നമ്മൾ കാലത്തെ, സാഹചര്യത്തെ, അതിൻ്റെ ഋതുഭേദങ്ങളെ മനസ്സിലാക്കാൻ കർത്താവ് പറയുന്നുണ്ടെങ്കിൽ, കർത്താവ് പറയുന്ന അതിനകത്തെ നിഗൂഢാർത്ഥം എന്താണ്? സ്വർഗത്തിൻ്റെ വരവ്, സ്വർഗത്തിൻ്റെ പുനഃസ്ഥാപിക്കൽ, സ്വർഗത്തിൻ്റെ പ്രത്യക്ഷീകരണം, അതിന് യേശുക്രിസ്തു തന്ന വാഗ്ദാനം, ഇതാ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും, ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് സ്വർഗീയ മഹത്വത്തിൽ, സ്വർഗീയ സന്തോഷത്തിൽ, സ്വർഗീയ ജീവിതത്തിൻ്റെ ആനന്ദത്തിൽ, അതിൻ്റെ പരിപൂർണതയിൽ നഷ്ടപ്പെട്ടു പോയ തൻ്റെ ശരീരത്തെ വീണ്ടും പുനരുത്ഥാനത്തിലൂടെ കർത്താവ് വീണ്ടും നമുക്ക് ഇതേ ശരീരം തന്ന് ഇതേ ശരീരത്തിൽ അനുഭവിക്കാൻ പറ്റാതെ പോയ എല്ലാ സുഖ സന്തോഷ ആനന്ദവും വീണ്ടും പുനഃസ്ഥാപിച്ചു തന്ന്, പറുദീസ ഒരുക്കി തന്ന്, നിത്യ ആനന്ദം എന്നേക്കുമായി തരുന്ന ആ സ്വർഗീയ മഹത്വത്തിലേക്ക് ആ വരവ്, ആ പുനഃസ്ഥാപിക്കൽ, അതാണ് വേനൽക്കാലം അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുവാൻ. അതുപോലെ ഇക്കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യം അഥവാ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുള്ളൂ. അത് കർത്താവ് നമുക്കറിയാം, ഈ 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്ന്, ഞാനാണ് ദൈവപുത്രനെന്നും എന്നിലൂടെയാണ് സ്വർഗീയ പിതാവിൻ്റെ അടുത്തേക്ക് എത്തുന്നതെന്നും എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യനുണ്ടെന്നും ഞാനാണ് അങ്ങോട്ടുള്ള വഴിയെന്നും എന്നോട് ചേർന്ന് നിന്നാൽ മുന്തിരി തൻ്റെ തായ്തന്നോട് ചേർന്ന് നിൽക്കുന്ന പോലെ ഫലങ്ങൾ പുറപ്പെടുവിക്കാമെന്നും ഒക്കെ പറഞ്ഞ് പഠിപ്പിച്ചു തന്നപ്പോഴും കർത്താവ് ലാസ്റ്റ് പറഞ്ഞതുപോലുണ്ട്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു, വീണ്ടും വരും, അങ്ങോട്ട് നിങ്ങളെ കൊണ്ടുപോകും. ആ കൊണ്ടുപോകാൻ മനുഷ്യൻ്റെ വിശുദ്ധിയുള്ളവരെ, പരിശുദ്ധിയുള്ളവരെ, ഒരുക്കപ്പെട്ടവരെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകാൻ, വീണ്ടും വന്ന് കൊണ്ടുപോകാൻ ഉള്ള വേനൽക്കാലം നമുക്കറിയാം. സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ 2 മാസം എല്ലാവർക്കും അവധിയാണ്. അത് 2 മാസം എന്നുള്ളത് 2000 വർഷമായിട്ടങ്ങൾ സങ്കല്പിക്കുക. യേശു വന്ന് സ്വർഗത്തിലേക്ക് പോയിട്ട് 2000 വർഷത്തെ അവധി ജനങ്ങൾക്കും ലോകത്തിനും കൊടുത്തു. ആ 2000 വർഷം ഇനി സ്കൂൾ തുറക്കാൻ പോവുകയാണ്. അതായത് കർത്താവിൻ്റെ നിത്യജീവൻ്റെ സ്ഥലം, സ്വർഗീയ മഹത്വത്തിൻ്റെ കവാടങ്ങൾ തുറക്കാൻ പോവുകയാണ്. എന്നിട്ട് ഇവിടെ ഇത്രയും കാലം അവധിയിൽ കഴിഞ്ഞ തൻ്റെ പൊന്നോമനകളെ അങ്ങോട്ട് ചേർക്കാൻ വേണ്ടി കർത്താവ് വീണ്ടും വന്ന് കൊണ്ടുപോകുന്ന സ്കൂൾ തുറക്കുന്ന അവസ്ഥ പോലെ കർത്താവിൻ്റെ വരവിൻ്റെ വേനൽക്കാലം എത്തിയിരിക്കുന്നു. അതിൻ്റെ ലക്ഷണം എന്താണ്? പ്രകടമായ ലക്ഷണം എന്താണെന്ന് കർത്താവ് പറഞ്ഞത്, അത്തിമരത്തെ നോക്കുവിൻ, മറ്റു മരങ്ങളെയും നോക്കുവിൻ. അത്തിമരത്തെ നോക്കി കർത്താവ് പറഞ്ഞത് എന്താണ്? വേനൽക്കാലം അടുത്തിരിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കി. ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? സംഭവിക്കുന്ന ദൈവരാജ്യം സംബന്ധിച്ച് സ്വർഗ്ഗരാജ്യം മനസ്സിലാക്കി സത്യമായോട് പറയുന്നു, ഇതെല്ലാം സംഭവിക്കുന്ന തലമുറ കടന്നുപോയില്ല. കർത്താവ് അതോട് കൂടി ചേർന്ന് ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അവൻ വാതിൽക്കൽ എത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുവിൻ. അപ്പോൾ ഏതാണ് വാതിൽക്കൽ എത്തിയാൽ ഉള്ളിലേക്ക് കയറാൻ അധികം സമയം വേണ്ട. അപ്പോൾ വാതിൽ എന്നതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് അർത്ഥമാക്കുന്നത് പല വാതിലുണ്ട് പ്രിയപ്പെട്ടവരെ. ഒന്ന്, കത്തോലിക്ക സഭയൊരു വാതിലാണ്. എന്നാൽ സഭയിലെ അസ്വസ്ഥതകൾ കർത്താവ് കണ്ടുകൊണ്ട് സഭയെ വിശുദ്ധീകരിക്കുവാൻ, സഭയിലെ ജനങ്ങളെ പരിശുദ്ധാണ്ട് നിറയ്ക്കാൻ ആ സഭയോട് ചേർന്ന്, അതിനോട് ചേർന്ന് വരികയാണ്, വരാൻ പോകുന്നു. പിന്നെ മറ്റൊന്നാണ് പ്രപഞ്ചം ഒരു പദമാണ്. ആകാശശക്തികൾ ഇളകുകയും ചെയ്യും. വെളിപാടിൻ്റെ പുസ്തകത്തിൽ കർത്താവ് പറയുകയാണ്, അത് യേശയ്യായുടെ പുസ്തകത്തിൽ പറയുമ്പോഴും ആകാശം തെറുത്തു മാറ്റി ചുരുൾ പോലെ അപ്രത്യക്ഷമാകും കർത്താവ് പറയുന്നുണ്ട്. അതുപോലെ സൂര്യചന്ദ്രന്മാരെ അപ്രത്യക്ഷമാകും, അത് കത്തിച്ചാമ്പലാകും. പത്രോസിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഭൂമി മേലെ സമസ്ത വസ്തുക്കളും കത്തിച്ചാകും. അപ്പോൾ പ്രപഞ്ചമാകുന്ന ആ വാതിൽ തുറന്ന് അതിൻ്റെ അവസ്ഥയെ മാറ്റി സ്വർഗത്തിന് പുനഃസ്ഥാപിക്കാൻ, സ്വർഗത്തെ നമുക്ക് തന്ന് കാണിച്ചു തന്നുകൊണ്ട് അതിലേക്ക് പുനഃസ്ഥാപിക്കുവാനുള്ള സമയമായി എന്ന് കർത്താവ് പറയണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഈ 2 മരങ്ങളെ നോക്കി നിങ്ങൾ പഠിച്ചുകൊള്ളുവാൻ. ഇതാ കർത്താവ് പ്രപഞ്ചത്തിൽ കൂടെ പ്രപഞ്ചവാതിൽ തുറന്ന് നമ്മുടെ അടുത്തേക്ക് വരുന്നു. നഷ്ടപ്പെട്ട സഭയുടെ വിശുദ്ധിയും, നഷ്ടപ്പെട്ട എൻ്റെ വിശ്വാസത്തിൻ്റെ വിശുദ്ധിയും, എൻ്റെ വിശുദ്ധിയുടെ വിശുദ്ധിയും നഷ്ടപ്പെട്ടു പോയെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ കർത്താവ് അഗ്നിയെ ഭൂമിയിലേക്ക് അയക്കും. ആ അഗ്നി നമ്മെ വിശുദ്ധീകരിക്കും. കാരണം ലോകം ആഗോള യുദ്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ
നമുക്കറിയാം നമ്മുടെ സംഭവിക്കുന്നത് എന്താണ്? ഭക്ഷണമില്ലാത്ത അവസ്ഥ വരും, വെള്ളമില്ലാത്ത അവസ്ഥ വരും, എല്ലാം ശൂന്യമായ അവസ്ഥ വരും. അവിടെ ഒരു അഗ്നിപരീക്ഷണം കർത്താവിന്. അതാണ് ആ വാതിൽ. ആ അഗ്നിപരീക്ഷയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വാതിൽ. ആ അഗ്നിപരീക്ഷയ്ക്കായി നിന്നെ കർത്താവ് വിട്ടുകൊടുക്കുമ്പോൾ കർത്താവ് പറയാണ്, യേശയ്യാ 57:1 കർത്താവ് പറയുന്നുണ്ട്, എന്നിൽ നീതിമാൻ വിനാശത്തിൽ എടുക്കപ്പെടും, അവൻ സന്മാർഗ നിരതനായി തൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കും. അപ്പം നീതിയും വിശുദ്ധിയുമുള്ള വ്യക്തിയിൽ കർത്താവ് ഈ സ്വർഗീയ അവസ്ഥ അവന് നൽകുവാൻ കൂട്ടിക്കൊണ്ടുപോകുന്ന അവസ്ഥ. വെളിപാട് 3:10 വന്നാൽ സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിനുണ്ടായിരിക്കുന്ന കഷ്ടങ്ങളാണ് വാതിൽ. ആ കഷ്ടമാകുന്ന വാതിലിൻ്റെ തൊട്ടടുത്ത് യേശു നിന്നെ സ്വതന്ത്രനാക്കാൻ, കർത്താവ് നിന്നെ വീണ്ടെടുക്കുവാൻ, കർത്താവ് നിന്നെ വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ, കർത്താവ് നിന്നെ മഹത്വത്തിൻ്റെ നന്മയിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുവാൻ, കർത്താവാണ് സകല ഭൂവാസികളെയും പരിശോധിക്കാൻ ലോകത്തിനുണ്ടായിരിക്കുന്ന കഷ്ടങ്ങളുടെ സമയത്ത് നിന്നെ ഞാൻ സംരക്ഷിക്കും എന്ന് കർത്താവ് പറയണം. ആ സംരക്ഷണത്തിൻ്റെ വാതിൽ അഗ്നിയുതിലെ ഒരു ലോകത്ത് മൊത്തം അഗ്നി കൊണ്ട് നിറയപ്പെടുമ്പോൾ കർത്താവിൻ്റെ സ്നേഹവും സാന്ത്വനവും കരുതലുമായി കർത്താവ് തൻ്റെ വാതിലുകൾ കാത്തു നിൽക്കും. പക്ഷേ കർത്താവിനെ തൻ്റെ ഹൃദയത്തിലേക്ക്, തൻ്റെ ഭവനത്തിലേക്ക് പരിപൂർണമായിട്ട് സ്വീകരിച്ച് കുടിയിരുത്തുന്നത് പോലെ നമ്മൾ കുടിയിരുത്തപ്പെട്ടാൽ, കർത്താവിനെ കുടിയിരുത്തപ്പെട്ടാൽ ആ വാതിൽ കൂടെ കർത്താവ് വന്ന് നമ്മളെ രക്ഷിച്ചുകൊണ്ട് നിത്യത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അതുകൊണ്ട് കർത്താവ് പറയുന്ന വചനമാണ്, അത്തിമരത്തെ നോക്കി നിങ്ങൾ പഠിക്കുവാൻ പ്രിയപ്പെട്ടവരെ. എന്നാൽ ഇന്ന് നമുക്കറിയാം, ഈ അത്തിമരത്തെ നോക്കുന്നതിന് പകരം മനുഷ്യൻ ഇന്ന് എവിടെയാണ് നോക്കുന്നത്? മറ്റു മരങ്ങളെയും നോക്കി പഠിക്കുവാൻ, മറ്റു മരങ്ങളെയും നോക്കി പഠിക്കുവാൻ നമുക്ക് കിട്ടിയ അവസരങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ കയ്യിലുള്ള ഈ പഴം, ഈ ഇൻ്റർനെറ്റ്, ഈ നമുക്കറിയാം യൂട്യൂബുകൾ, ഫേസ്ബുക്കുകളൊക്കെ ദൈവത്തിന് മുമ്പ് ഓരോ പഴങ്ങളാണ്. ആ പഴങ്ങളെ മനുഷ്യൻ കൂടുതൽ ഇഷ്ടപ്പെടുകയാണ്. ആ പഴത്തിലേക്ക് തൻ്റെ ആകർഷതയെ നമ്മൾ ചേർത്ത് വയ്ക്കുകയാണ്. അതിനെപ്പറ്റി നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് തരാൻ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ വചനത്തിൽ അന്തർലീനമായിരിക്കുന്ന നിഗൂഢ രഹസ്യങ്ങൾ ആദ്യം ഗ്രഹിക്കുക. അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ പഴങ്ങളിൽ നിന്ന് നമ്മൾ എങ്ങനെ മാറണം? ഏതെല്ലാം പഴങ്ങളെ എടുത്തു മാറണം? ഏതെല്ലാം പഴങ്ങളെ എൻ്റെ ജീവിതത്തിൽ നിന്നും ഇഷ്ടപ്പെട്ട പഴങ്ങളെ വെറുത്തുപേക്ഷിക്കണം? ചില പഴങ്ങൾ നമുക്കറിയാം വിഷമുള്ള പഴങ്ങളാണ്, ചില പഴങ്ങൾ കയ്പുള്ളതാണ്, ചില പഴങ്ങൾ ഔഷധ ഗുണം കുറവുള്ളതാണ്, എന്നാൽ ചില പഴങ്ങൾ ഔഷധ ഗുണം കൂടുതലുള്ളതാണ്. ഇതിനെ എങ്ങനെ വിവേചിച്ചറിയണം? എങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്തിൻ്റെ വരം ഉപയോഗിച്ച് എങ്ങനെ മാറ്റേണ്ടതിനെ മാറ്റണം, എങ്ങനെ സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കണം? ഏതാണ് ഈ പഴമെന്ന് വ്യക്തമായി തിരിച്ചറിവ് നമുക്ക് ലഭിച്ചില്ല എങ്കിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്ന തലമുറകളുടെ ശാപത്തിലേക്ക്, തലമുറകളുടെ ശൂന്യതയിലേക്ക്, തലമുറകൾ കർത്താവിനെ ഉപേക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് വരും. നമുക്കറിയാം, ഇന്ന് ചാനലുകൾ എടുത്താൽ കർത്താവിൻ്റെ വചനം കേൾക്കുന്ന പോലെ തന്നെ കർത്താവിൻ്റെ എതിർവചനവും നമ്മൾ കേൾക്കുന്നുണ്ട്. നമുക്കതും കേൾക്കാൻ നമ്മുടെ ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം, കർത്താവിനെ, യേശുവിനെ എങ്ങനെ സത്യമായ, യഥാർത്ഥ സത്യമായ യേശുവിനെ എങ്ങനെ തള്ളിക്കളയണം, യഥാർത്ഥ സത്യമായ യേശുവിനെ എങ്ങനെ കള്ളനാക്കി മാറണം, യഥാർത്ഥ സത്യമായ യേശുവിൻ്റെ നിത്യജീവനെ എങ്ങനെ പൊള്ളയാക്കി മാറണം എന്നുള്ള ക്ലാസ്സുകളും നമുക്ക് കേൾക്കാറുണ്ട്. അപ്പോൾ ചില പഴങ്ങളെ നമ്മൾ പുച്ഛിച്ച് തള്ളിക്കളയും, ചില പഴങ്ങളെ മന്ദസ്മിതത്തോടെ സ്വീകരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ, അത്തിമരങ്ങളെ നോക്കിക്കോ, പഠിച്ചു, എന്നാൽ മറ്റു മരങ്ങളെ നോക്കിക്കോ, അതും പഠിച്ചു. എവിടെയാണ്, ഏത് പഴത്തേലാണ് യഥാർത്ഥ പഴമുള്ളതെന്ന് കണ്ടെത്തുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അതിനാൽ ഏതെല്ലാം പഴങ്ങളാണ് ഇന്ന് ലോകത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഏതെല്ലാം പഴങ്ങളാണ് നമ്മൾ വർജിക്കേണ്ടത്, ഏതെല്ലാം പഴങ്ങളിലാണ് വിഷമുള്ളത് എന്ന് നമുക്ക് അടുത്ത ക്ലാസ് ചിന്തിക്കാം. അതിനുള്ള കർത്താവായ യേശു ക്രിസ്തു നമ്മെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ നിഗൂഢ രഹസ്യങ്ങളെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്ന രീതിയിൽ നമ്മൾ അതിനെ ഗ്രഹിച്ചാലേ നമുക്ക് ഈ താരതമ്യ പഠനം ചെയ്യാൻ സാധിക്കുള്ളൂ. ഇന്ന് നമുക്കറിയാം, സഭയാണ് ലോകത്തിലെ എണ്ണ തരുന്ന ഒലിവ് മരം. ഒലിവ് മരം പോലെ സക്രിയാപുരയുടെ പുസ്തകത്തിൽ 2 ഒലിവ് മരങ്ങളെ കർത്താവ്, ഒന്ന് ഒലിവ് മരം ഇസ്രായേൽ എന്ന രാഷ്ട്രം, 2 കത്തോലിക്ക സഭ. അത് രണ്ടുമാണ് 2 എണ്ണ തരുന്ന ഒലിവ് മരം. എന്നാൽ ഇസ്രായേൽ എന്ന രാഷ്ട്രം യഥാർത്ഥ എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ, ഇപ്പോൾ ഉൽപ്പാദിപ്പിച്ച് തുടങ്ങിയിട്ടില്ല. അതെപ്പോഴാണെന്ന് സക്രിയാപുരയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അവർ മുറിവേൽപ്പിച്ചവനെ നോക്കി നിൽക്കും എന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തുവിനെ മുറിവേൽപ്പിച്ച ഇസ്രായേൽ ചരിത്രത്തിൽ വന്നുപോയ പിഴകളെ, വന്നുപോയ വേദനകളെ ഓർത്തവർ ഗോത്രമായിട്ടിരുന്ന് കണ്ണുനീര് വാർത്ത്, കർത്താവായി യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പറയുന്ന ആ കാലഘട്ടം എത്താറാകുമ്പോൾ ഇസ്രായേൽ എന്ന അത്തിമരത്തിൽ നിന്നും എണ്ണ ഒഴുകുന്ന സംഭവം നമ്മൾ കാണേണ്ടി വരും. അതാണ് ഇനിയും ജെറുസലേം ദേവാലയത്തിൻ്റെ പണിയും അവിടെ നടക്കുന്ന ആരാധനയും. എന്നാൽ പോലും പിതാവായ ദൈവത്തിൻ്റെ പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന ബലിയേക്കാൾ മഹത്വമായ സ്വന്തം ശരീരം ബലിവസ്തുവാക്കി മാറ്റിയ യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ യേശു ക്രിസ്തുവിൽ
പരിപൂർണമായിട്ട് ആശ്രയിച്ച് വിശ്വസിച്ച് ആ യേശു ക്രിസ്തുവിനെ വിളിച്ചു വരുത്തി യേശുവേ ഞങ്ങളോട് കരുണയായിരിക്കണമെന്ന് പറയുന്ന കാലഘട്ടം വരുമ്പോൾ വീണ്ടും നമുക്കറിയാം 2 ഒലിവ് മരങ്ങളിൽ നിന്നും എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ ഇപ്പോൾ സഭയിൽ, നമ്മുടെ കത്തോലിക്ക സഭയിൽ, ആഗോള തിരുസഭയിൽ കാണുന്ന കുറേയേറെ അനാചാരങ്ങളോ കുറേയേറെ അസ്വസ്ഥതകളോ കുറേയേറെ തിരുത്തപ്പെടലുകളോ ഒക്കെ ചെയ്തുകൊണ്ട് സഭയുടെ അടിസ്ഥാന പ്രബോധനത്തിൽ നിന്ന് പലതും വ്യതിചലിക്കപ്പെടുമ്പോൾ ഇന്നലെ നാളെ സഭ പീഡനത്തിനും പ്രശ്നങ്ങൾക്ക് വിധേയമാകുന്ന സമയത്ത് കർത്താവ്, പ്രിയപ്പെട്ടവരെ, അവിടെയും സഭ നിലവിളിക്കും, യേശുവേ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തുവിൽ 100% ആശ്രയിച്ച് യേശുവിലേക്ക് മടങ്ങി വരുന്നൊരു സഭയെ നമ്മൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ 2 ഒലിവ് മരമായി സഭയും ഇസ്രായേലും നിന്നുകൊണ്ട് യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്ന ഒലിവ് മരങ്ങളായിട്ട് രൂപാന്തരപ്പെടുവാൻ അധികം കാലമില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇസ്രായേലാകുന്ന അത്തിമരത്തെയും മറ്റു മരങ്ങളെയും നോക്കുവിൻ എന്ന് പറഞ്ഞു. അതുകൊണ്ട് പ്രിയ സഹോദരനെ, നമ്മളൊരു മരമാണ്, ഓരോ വ്യക്തിയും ഓരോ മരമാണ്, ഒരു വൃക്ഷമാണ്. ഞാൻ ഒലിവ് മരമാകണമോ ഞാൻ അത്തിമരമാകണമോ എന്ന് ഇപ്പോൾ നിങ്ങൾ പഠിക്കണം പ്രിയപ്പെട്ടെ. എന്നിൽ നിന്നും ഉൽപ്പാദിപ്പിക്കേണ്ടത് അത്തിപ്പഴങ്ങളാണോ, എന്നിൽ നിന്നും ഉൽപ്പാദിപ്പിക്കേണ്ടത് ഒലിവെണ്ണയാണോ എന്ന് നമ്മൾ പഠിക്കണം. അത് നമ്മൾ ഇപ്പോൾ തീരുമാനിക്കണം പ്രിയപ്പെട്ടവരെ. ഇങ്ങനെ നിരവധി ക്ലാസ്സിൽ കൂടെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വിവേചന ജ്ഞാനം നമ്മളിൽ നിറയ്ക്കുവാൻ ഇത്തരം വചനങ്ങളുടെ നിഗൂഢ രഹസ്യങ്ങൾ നിങ്ങളെ പ്രാപ്തരാകട്ടെ. അതിനെ നമുക്കെല്ലാം ഒരുങ്ങാം. പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ എല്ലാവരും, വചനം ശ്രമിക്കുന്ന ഓരോ മക്കളും കർത്താവിൻ്റെ വിശുദ്ധിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന ഓരോ വ്യക്തിയും പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണ കോട്ടയ്ക്കുള്ളിലാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം നിങ്ങളെ സകല പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും അസ്വസ്ഥതകളും സംരക്ഷിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവെന്ന അഗ്നി നിങ്ങൾ നിറയുമ്പോൾ വിവേകവും നിങ്ങൾ നിറയാറാകട്ടെ. അങ്ങനെ കർത്താവിൻ്റെ വചനത്തിൻ്റെ അർത്ഥവും അതിൻ്റെ ജ്ഞാനവും അതിൻ്റെ പ്രബോധനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് എൻ്റെ ശരീരം ഒരു ഒലിവ് മരത്തോട് താരതമ്യം ചെയ്തുകൊണ്ട് എന്നിൽ ഒലിവ് മരത്തിൽ നിന്ന് ഉള്ള ഒലിവെണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന പോലെ പരിശുദ്ധാത്മാവിനെ ഉൽപ്പാദിപ്പിച്ച് അത് മറ്റുള്ളവർക്ക് കൊടുത്ത്, സുവിശേഷം കൊടുത്ത്, മറ്റുള്ളവർക്ക് പങ്കുവെച്ച്, മറ്റുള്ളവരും കൂടെ കൂടി കർത്താവിൻ്റെ സുവിശേഷത്തിലേക്ക് എത്തിക്കുവാൻ എന്നാൽ കഴിയാവുന്ന നന്മ ചെയ്യാമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൽ അടിയുറയ്ക്കാം. അതിനെ നമ്മെ ഓരോരുത്തരെയും കർത്താവ് യേശു ക്രിസ്തു സഹായിക്കട്ടെ. അതിനെ നമ്മെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ.